ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മള് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിറ്റർമിനൻസുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട കുറെ പ്രോബ്ലംസ് ചെയ്തു. ഇന്ന് നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഇത് ശരിക്കും പുതിയ കൺസെപ്റ്റ് ഒന്നും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 10th +1 സ്റ്റാൻഡേർഡുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ് ഈ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസുകളുടെ കോർഡിനേറ്റ്സ് നമുക്ക് തരുവാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 into y2 minus y3 plus x2 into y3 minus y1 plus x3 into y1 minus y2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇവിടെയും നമ്മൾ അതേ കാര്യം തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റർമിന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മൾ എഴുതുന്നു, അത്രേ ഉള്ളൂ. എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ സെയിം ഫോർമാറ്റ്, സെയിം ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതിലേക്കൊന്ന് വരാം. അപ്പൊ എന്താ പറയുന്നത്? x1 y1 അതേപോലെ x2 y2 x3 y3 ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടിസുകളാണ് എങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് x1 y1 1 x2 y2 1 x3 y3. ഇതാണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. പിടി കിട്ടുന്നുണ്ടോ? ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. നമുക്ക് വേണം നോക്കാം. x1 ഇൻറ്റു എന്താ പറയുന്നത്, റോയിങ് കോളം പോയി കഴിഞ്ഞാൽ y2 മൈനസ് y3. ഇനി മൈനസ് x2 ഇൻറ്റു എന്നാ വരുന്നത്. മൈനസ് x2 ഇൻറ്റു എന്താ കിട്ടുന്നത്? y1 മൈനസ് y3. ആ മൈനസ് അതൊരു മൈനസ് കോമൺ എടുത്താൽ y3 മൈനസ് y1 കിട്ടും. പ്ലസ് വീണ്ടും x3 ഇൻറ്റു റോയിങ് കോളം പോയി കഴിഞ്ഞാൽ y1 മൈനസ് y2. നമ്മൾ പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ. അതിന് ഒരു ചെറിയ പ്രശ്നം വരുന്ന വെച്ചാൽ നമുക്ക് ഏരിയ എല്ലാം ഇപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എഴുതുന്നത് അല്ലെ. ഏരിയ ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ വരാം. അതിന്റെ കാര്യം എന്താ? നമ്മൾ എടുക്കുന്ന പോയിന്റ്സുകളുടെ ഓർഡർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ പോയിന്റ് എടുത്തതിന് പോലെ ഈ പോയിന്റ് എടുക്കുന്നിരിക്കട്ടെ. അപ്പോ x1 y1 1ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വരും, x2 y2 1 വരും. ഇത് നേരെ തിരിച്ചു വരും. അപ്പൊ അത് ഒരു രണ്ട് റോള് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യും. നമ്മൾ ഡിറ്റർമിന്റെ പ്രോപ്പർട്ടീസ് അത് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 റോസ് ഇന്റർചേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ 2 കോളംസ് ഇന്റർചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും? there will be സൈൻ ചേഞ്ച് അല്ലെ. അവിടെ ഒരു സൈൻ ചേഞ്ച് ഉണ്ടാകും. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കാം? അപ്പൊ കിട്ടേണ്ട ആൻസറിന്റെ നെഗറ്റീവ് ആൻസർ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഒന്നുകിൽ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നെഗറ്റീവ് ആൻസർ എഴുതും ഇല്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഏരിയ ഒന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിന്റെ കറസ്പോണ്ടിങ് പോസിറ്റീവ് വാല്യൂ, അതിന്റെ മോഡുലസ് വാല്യൂ എപ്പോഴും എഴുതുക. കിട്ടുന്ന ആൻസറിന്റെ മോഡുലസ് വാല്യൂ എപ്പോഴും എഴുതാൻ ശ്രദ്ധിക്കുക. കാര്യം എന്താ? ഏരിയ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യൻ, ഇതേ സെക്ഷനിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം പറയാം. നമ്മൾ കൊളീനിയർ പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്. എന്താ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്? 3 അതിലധികമോ പോയിന്റ്സ് കൊളീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത് ഒരേ ലൈനിലെ പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്നിരിക്കട്ടെ. അപ്പൊ ആ 3 പോയിന്റ്സും എന്തായിരിക്കും? ഒരു ലൈനിലെ പോയിന്റ്സ് ആയിരിക്കും. ഒരു ലൈനിലെ പോയിന്റ് ആണ്. തീർച്ചയായിട്ടും ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രയാങ്കിൾ കിട്ടുമോ? ഇല്ല, സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. അപ്പൊ ട്രയാങ്കിൾ ഇല്ലെങ്കിൽ ട്രയാങ്കിൾ ഏരിയ കാണുമോ? ഇല്ല. അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് ചൂസ് ചെയ്യാം? 0 ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പൊ ഈ 3 പോയിന്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുമ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ത് കിട്ടും? 0. അതായത് നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ 3 പോയിന്റ്സ് എന്നിട്ട് അതിന്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? കൊളീനിയർ പോയിന്റ്സ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ വെച്ചാൽ ഇത്രയും ഭാഗം 0, അതിൽ ഹാഫിന്റെയും ആവശ്യമില്ല. ഇത് ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയാൽ മതി. എന്ത് ചെയ്യുന്നുണ്ട്? ആ 3 പോയിന്റ്സും കൊളീനിയർ ആണെന്ന് കിട്ടും. അത് ഇതിന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടുന്ന് പറയാം. നമ്മൾ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അത് 2 പോയിന്റ് ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. എന്തുവാ? x1 y1 x2 y2 ഒരു സ്ട്രെയിറ്റ് ലൈനിലെ 2 പോയിന്റ്സ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തുവാ? y മൈനസ് y1 ബൈ x മൈനസ് x1 is equal to y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. നിങ്ങൾ പഠിച്ചതാ. ആ ഫോർമാറ്റ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അല്ലെ. അതേ കാര്യം നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. ഡയറക്റ്റ് എഴുതാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഡിറ്റർമിന്റ് ആപ്ലിക്കേഷനിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ x1 y1 x2 y2 ഒരു ട്രയാങ്കിളിലെ ഒരു സ്ട്രെയിറ്റ് ലൈനിലെ 2 പോയിന്റ്സ് ആണ്. ഓക്കെ ആണോ? എങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ജനറൽ പോയിന്റ് xy ചൂസ് ചെയ്യാറുണ്ട് അല്ലെ. xy ഇസ് എ ജനറൽ പോയിന്റ്. അപ്പൊ xy ജനറൽ പോയിന്റ് ആണ്. ബാക്കി 2 അപ്പൊ ഇത് 3 പോയിന്റ്സ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും xyയും ഈ പറഞ്ഞ ബാക്കി 2 പോയിന്റ്സ് എല്ലാം ഒരേ ലൈനിലെ പോയിന്റ്സ് ആണ്. അപ്പൊ ഇത് ചേർത്ത് നമ്മൾ ട്രയാങ്കിള് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏരിയ എന്തോ 0. ഏരിയ 0 വെച്ചാൽ ഡിറ്റർമിനന്റ് വാല്യൂ എന്തോ ആയിപ്പോ? 0 ആയിപ്പോ. അപ്പോ എന്ന് വെച്ചാൽ x1 y1 സ്ഥാനത്ത് xy എന്നായിരിക്കും വരുന്നത്. അതുപോലെ x1 y1 1
x2 y2 1 ഇതിന്റെ വാല്യൂ എന്തായിരിക്കും 0 കിട്ടും. ഓക്കെ, നമുക്ക് ഇതിനകത്ത് x1 y1 x2 y2 നമ്പേഴ്സ് ആയിരിക്കും കിട്ടും. xy അതുപോലെ എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സിലും വൈയിലും ഉള്ള ഒരു ലീനിയർ ഇക്വേഷൻ, ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അതെന്ന് പറയാൻ നമ്മുടെ റിക്വയർഡ് ലൈനിന്റെ ഇക്വേഷൻ ആയിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പം മറ്റൊരു കാര്യം ഇതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും കാര്യം ഈ സെക്ഷനിൽ നിന്ന് ഓർത്തിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള സെക്ഷനുമായിട്ട് ആ ട്രയാങ്കിളിന്റെ ഏരിയ, പിന്നെ അതിനകത്ത് നിന്ന് കൊളീനിയാരിറ്റി, ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, ഈ 3 കൺസെപ്റ്റ് ഇവിടെ നിന്ന് ഓർത്തിരിക്കും. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു എക്സസൈസ് ഉണ്ട്, നമുക്ക് അതും കൂടി ഇന്ന് നോക്കാം. എക്സസൈസ് 4.3 ആണ് എക്സസൈസ് പറയുന്നത്. അപ്പൊ നോക്കാം, അത് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസ് അറ്റ് ദ പോയിന്റ് ഗിവൺ ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് ഒരു സെറ്റ് ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 106043 അല്ലെ, 106043 ഇങ്ങനെ 3 പോയിന്റ്സ് ട്രയാങ്കിളിന്റെ വെർട്ടിസ് ആണ്. എക്സസൈസ് 4.3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അങ്ങനെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഏരിയ ഇസ് ഇക്വൽ ടു ഹാഫ് ഇൻറ്റു ഇക്വേഷൻ എന്ത് വരുന്നു, x1 y1 1 x2 y2 1 x3 y3 1. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുൻപായിട്ട് x1 y1 x2 y2 x3 y3 എന്ന് പറഞ്ഞ ഈ 3 പോയിന്റ്സിനെ ചൂസ് ചെയ്യാം. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വാല്യൂസ് എല്ലാം കൊടുക്കുന്നു. എന്താ, 101 601 431 അല്ലെ. ഓക്കെ, ഏതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് വന്നെങ്കിൽ ഫസ്റ്റ് റോ കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് കോളം കണ്ടോ, സെക്കൻഡ് കോളത്തിൽ 2 സീറോസ് വരുന്നുണ്ട്, അതാണ് കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ അങ്ങനെയാകുമ്പോ ഹാഫ് ഇൻറ്റു എങ്ങനെയാ, നമുക്കത് ഡയറക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡർ എഴുതിപ്പോ ആദ്യം നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് എന്നായിരുന്നേ. അതായത് -0 +0 വീണ്ടും -3 ഇൻറ്റു, ശരിക്കും ഇതിനെന്തിന്റെ ആവശ്യമില്ല, -3 വെച്ച് ചെയ്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളാം. -3 ഇൻറ്റു ഇതിൽ ഉൾപ്പെടുന്ന റോയും കോളവും പോയാൽ 1 - 6 എന്ന് വരും അല്ലെ. ബാക്കി 2 0 ആയി. 1/2 ഇൻറ്റു 1 - 6 എന്ന് പറയുന്നത് -5 ആണ്. -5 ഇൻറ്റു -3 15. ദാറ്റ് ഈസ് 15/2 സ്ക്വയർ യൂണിറ്റ് എന്ന് നമ്മളുടെ ഏരിയ കിട്ടും. പോസിറ്റീവ് ആണ് കിട്ടിയത്, അതുകൊണ്ട് അത് തന്നെ. സപ്പോസ് -15/2 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ എടുത്തെഴുതുക, ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 15/2 സ്ക്വയർ യൂണിറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് നോക്കുമ്പോൾ അതൊരു പ്രൂഫാണ് കിടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറയുക, ഷോ ദാറ്റ് ദ പോയിന്റ്സ് എ ബി പ്ലസ് സി ബി സി പ്ലസ് എ സി എ പ്ലസ് ബി ആർ കൊളീനിയർ. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് എ ബി പ്ലസ് സി, ബി ആണെങ്കിൽ ബി സി പ്ലസ് എ, സി ആണെങ്കിൽ സി എ പ്ലസ്. ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൊളീനിയർ ആണെങ്കിൽ എന്തായിരിക്കും, ഏരിയ ഓഫ് ട്രയാങ്കിൾ 0 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ എഴുതാം, അല്ലെങ്കിൽ മോഡുലസ് ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചാൽ മതി. ബട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് ഇൻറ്റു എങ്ങനെ വരുന്നത്, x1 y1 1 x1 y1 1 x2 y2 1 x3 y3 1 ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് ഇൻറ്റു എന്താ, എ ബി പ്ലസ് സി 1 ബി സി പ്ലസ് എ 1 സി എ പ്ലസ് ബി 1. ഓക്കെ, ഞാനൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. ഇവിടെ ഹാഫ് ഇൻറ്റു C1 ഉം C2 കൂടെ ആഡ് ചെയ്യാം. C1 ഇംപ്ലൈസ് C1 പ്ലസ് C2. എന്ത് കിട്ടും ഇവിടെ, എ പ്ലസ് ബി പ്ലസ് സി കിട്ടും. ഇവിടെയാണെങ്കിൽ സി പ്ലസ് എ പ്ലസ് ബി, ദാറ്റ് ഈസ് എ പ്ലസ് ബി പ്ലസ് സി തന്നെ. ഇവിടെയും എ പ്ലസ് ബി പ്ലസ് സി തന്നെ. ഇവിടെ ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി 1 1 1. ഓക്കെ ആണോ? ഇതാണ് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഫസ്റ്റിനകത്ത് എല്ലാം എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്, അതങ്ങ് കോമൺ എടുക്കുന്നു. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇവിടെയാണെങ്കിൽ 1 1 1 ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി 1 1 1. ഇനിയിപ്പോ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 0. എന്തുകൊണ്ടാണ് പെട്ടെന്ന് 0 എന്ന് എഴുതാൻ പറ്റിയത്? ഓക്കെ, ഇവിടെ ഫസ്റ്റ് കോളവും തേർഡ് കോളവും എന്തായിരുന്നു, ഐഡന്റിക്കലാ. Any 2 rows or columns of a determinant are identical or proportional, then the value of determinant become 0. അപ്പൊ ഇവിടെ രണ്ടിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എന്ത് ചെയ്തു,
ഐഡന്റിക്കൽ ആയിട്ട് വന്നു, അതിന്റെ ഡിറ്റർമിന്റെ വാല്യൂ 0 ആയി. അതുകൊണ്ട് ഫൈനൽ റിസൾട്ട് എന്ത് കിട്ടും? 0. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബിക്കം 0, സോ ദ ഗിവൺ പോയിന്റ്സ് എ ബി സി ആർ കൊളീനിയർ. ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് 0 ആയിട്ട് കിട്ടിയത് കൊണ്ട് ഇതിന്റെ ഈ 3 പോയിന്റ്സ് എന്തായിട്ട് കിട്ടും? കൊളീനിയർ പോയിന്റ്സ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് വരുമ്പോഴോ, find the value of k if area of triangle is 4 square unit and the vertices are എന്ന് പറഞ്ഞുകൊണ്ട് 2 സെറ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒരു സെറ്റ് ചെയ്യാം, അടുത്തത് അതേപോലെ നിങ്ങൾ ചെയ്തോളുക. ഏരിയ ഇവിടെ വന്നിട്ടുണ്ട് എത്രയാ? 4 സ്ക്വയർ യൂണിറ്റ്. ഈ ക്വസ്റ്റ്യൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോ ഡയറക്റ്റ് ഏരിയ ആയിട്ട് അങ്ങ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഒരു ആൻസർ കിട്ടും, ശരിക്കും അതിനകത്ത് ഒരെണ്ണം നമ്മൾ മിസ്സായിപ്പോ. അപ്പൊ നോക്കിക്കോളാം. ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റിനകത്ത് K0 40 02 എന്നാണ്. K0 40 02 ഈ 3 പോയിന്റ്സ് കൂടെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിളിന്റെ ഏരിയ 4 സ്ക്വയർ യൂണിറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇത് വെച്ചിട്ടൊന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ വരുന്നേ? x1 y1 1 x2 y2 1 x3 y3 1 അല്ലെ? വാല്യൂ എടുക്കുന്നു. ഡിറ്റർമിന്റ് ഓഫ് K0 1 4 0 1 0 2 1. സോറി, ഇതിനകത്ത് ഹാഫ് ഇൻറ്റു എന്നുണ്ടേ, ഹാഫ് ഇൻറ്റു. അപ്പോ ഹാഫ് ഇൻറ്റു എന്ത് വരും? ഇവിടെ നമുക്ക് എവിടെയും സെക്കൻഡ് കോളം കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ബാക്കി 0 0 ഒന്നും എഴുതുന്നില്ല. -2 ഇൻറ്റു അല്ലെ, ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് ആയിരുന്നു. -2 ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളം പോയി കഴിഞ്ഞാൽ ബാക്കി K-4. ഓക്കെ, 2 -2 ക്യാൻസൽ ആയി. മൈനസ് ഓഫ് K-4 എന്ന് വരും. മൈനസ് ഓഫ് K-4 എന്ന് വെച്ചാൽ -K +4 ഇങ്ങനെയാണ് വരുന്നത്. -K +4 അല്ലെങ്കിൽ 4 - K. ഇതാണ് ഏരിയ വരുന്നത്. ഇനി അവര് തന്നിട്ടുണ്ട് ഗിവൺ ദാറ്റ് ഏരിയ ഈക്വൽ ടു 4 സ്ക്വയർ യൂണിറ്റ് അല്ലെ? 4 സ്ക്വയർ യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏരിയ 4 വരണം, അല്ലെങ്കിൽ ഇതിന്റെ ഡിറ്റർമിന്റെ വാല്യൂ 4 വരണം. പക്ഷെ ഡിറ്റർമിന്റെ വാല്യൂ 4 മാത്രമേ വരത്തുള്ളൂ. -4 വന്നാലും നമുക്ക് എടുത്തുകൂടെ? ഞാൻ ആദ്യമേ പറഞ്ഞു, നമുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ പോസിറ്റീവോ നെഗറ്റീവോ കിട്ടാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താലും ഡിറ്റർമിന്റെ വാല്യൂ ചൂസ് ചെയ്താൽ മതി. അപ്പോ പോസിറ്റീവും വരാൻ സാധ്യതയുണ്ട്, നെഗറ്റീവും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ ഒന്നെങ്കിൽ 4 ആയിരിക്കും, ഇല്ലെങ്കിൽ -4 ആയിരിക്കും. അപ്പൊ രണ്ട് കേസ് നോക്കുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് -K +4 = 4 അല്ലെങ്കിൽ -K +4 = -4. ഇതിന്റെ വാല്യൂ 4 വന്നാലും -4 വന്നാലും നമ്മൾ ഏരിയ 4 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ രണ്ട് കേസ് കൊണ്ട് രണ്ടും സോൾവ് ചെയ്തെടുക്കണം. അപ്പൊ -K = 4 - 4 ദാറ്റ് ഈസ് K = എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇവിടെയാണെങ്കിലോ -K = -4 -4 -K = -8 K = 8. രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ K = 0 അല്ലെങ്കിൽ K = 8. ഇത് രണ്ടും പോസിബിൾ കേസ് ആണ്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് K യുടെ വാല്യൂ 0 വരാം, ഇല്ലെങ്കിൽ K യുടെ വാല്യൂ എന്ത് വരാം? 8 വരാം. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് വരാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ജോയിനിങ് 1 2 3 6 യൂസിംഗ് ഡിറ്റർമിന്റ്. ഡിറ്റർമിന്റ് ഉപയോഗിച്ച് 2 പോയിന്റ്സ് ഉപയോഗിച്ചുള്ള എന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. 1 2 3 6 ആണ്. 1 2 3 6 അല്ലെ? 1 2 3 6 ഡിറ്റർമിന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? x1 y1 1 x2 y2 അല്ലെങ്കിൽ നമുക്ക് x1 y1 1 x2 y2 ആണ്, അങ്ങനെയല്ലേ എഴുതിക്കൊണ്ടിരുന്നേ. അപ്പോ ഇതിനെ x1 y1 ആയിട്ടും, അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് എഴുതി കാണിച്ചോളൂ. x1 y1 എന്നും ഇതിനെ x2 y2 എന്നൊക്കെ ചൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ത് വരുന്നുണ്ട്? ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് ഡിറ്റർമിന്റ് ഓഫ് x1 y1 1 x2 y2 1 = 0 ആണ്. ഇതാണ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x1 y1 1 പകരം ഏതാ? 1 2 1 x2 y2 1 പകരം 3 6 1 = 0. എക്സ്പാൻഡ് ചെയ്യുന്നു. ഞാൻ ഫസ്റ്റ് കോളം കൊണ്ട് ഫസ്റ്റ് റോ കൊണ്ട് തന്നെ ചെയ്യുകയാണ്. x ഇൻറ്റു ഇത് ഉൾപ്പെടുന്ന റോയും കോളവും പോയി കഴിഞ്ഞാൽ
2 minus 6 minus y into റോയിങ് കോളം പോയി കഴിഞ്ഞാൽ ബാക്കി 1 minus 3 plus 1 into ഇതിൽ പെടുന്ന റോയിങ് കോളം പോയി കഴിഞ്ഞാൽ 6 minus 6 അല്ലെ, റോയിങ് കോളം പോയി കഴിഞ്ഞാൽ 6 minus 6 equal to 0. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കുന്നു. ഇതെന്തോ 2x മൈനസ്, സോറി അങ്ങനെ ചെയ്യണ്ടല്ലോ, നമുക്ക് ഡയറക്റ്റ് വാല്യൂ ചെയ്താൽ പോലെ 2 minus 6 എന്ന് പറയുന്നത് മൈനസ് 4 അല്ലേ, 2 minus 6 എന്ന് പറയുന്നത് മൈനസ് 4 ആണ്. മൈനസ് 4 into x മൈനസ് 4x. ഇവിടെയാണെങ്കിലോ 1 minus 3 എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. മൈനസ് 2 into മൈനസ് 5 പ്ലസ് 2y. ഇതെന്ന് പറയുന്നത് എന്തോ ഇപ്പം 0 ആയിപ്പോ, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, 4y അപ്പുറത്ത് കൊണ്ടുവന്നപ്പം എന്ത് കിട്ടും? 2y is equal to മൈനസ് 4x. then y is equal to 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോറി മൈനസ് 4x അല്ല പ്ലസ് 4x വരും അല്ലെ, മൈനസ് 4x ആയിരുന്നു ഓൾറെഡി. ഇവിടുത്തെ 2y is equal to 4x, y is equal to 2x. y equal to 2x is the equation. അല്ലെങ്കിൽ 2x minus y equal to 0 എന്ന് ഒക്കെ എഴുതാം. y equal to 2x എന്ന് എഴുതിക്കോളൂ. y equal to 2x എന്ന് പറയുന്നത് ഈ ലൈനിന്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയേ ഉള്ളൂ ഈ സെക്ഷനിൽ, നമുക്ക് അതുകൂടെ നോക്കാം. ഇതിന് ഒരു പാർട്ട് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഏരിയ ഓഫ് ട്രയാംഗിൾ ഈസ് 35 സ്ക്വയർ ഉണ്ട്, നമ്മൾ നേരത്തെ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ചോദിച്ചേക്കാം. വിത്ത് what is 2 minus 6 5 4 and k 4, find the value of k എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ചെയ്യാം. 2 minus 6 അതുപോലെ 5 4 k 4 5 4 k 4. ഏരിയ 35 സ്ക്വയർ യൂണിറ്റ് തന്നിട്ടുണ്ട്. 2 minus 6 5 4 k 4. ഏരിയ എന്ന് പറയുന്നത് 35 സ്ക്വയർ യൂണിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏരിയ ഓഫ് ട്രയാംഗിൾ ഒന്ന് കണ്ടുപിടിക്കുന്നത്. ഏരിയ is equal to എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഓഫ് x1 by 1 1, x2 by 2 1, x3 by 3 1. അതങ്ങ് എഴുതിക്കോളൂ നിങ്ങൾ. 2 minus 6 1, ഇവിടെയാണെങ്കിലോ 5 4 1 k 4 1. ഓക്കെ, ഇനിയിപ്പം കൂടുതൽ നിങ്ങളിപ്പോ സിംപ്ലിഫിക്കേഷൻ ഒന്നിക്കും, ഡയറക്റ്റ് അങ്ങ് എക്സ്പാൻഡ് ചെയ്തോളൂ. ഫസ്റ്റ് റോ കൊണ്ട് അങ്ങ് ചെയ്യാം. അപ്പൊ 2 into ഉൾപ്പെടുന്ന റോയിങ് കോളം പോയി കഴിഞ്ഞാൽ 4 minus 4 അല്ലെ, 2 into 4 minus 4 ആണ്. മൈനസ് ഓഫ് മൈനസ് 6 ആണ്, അപ്പൊ പ്ലസ് 6 വരും. പ്ലസ് 6 into പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 5 minus k. then 1 into റോയിങ് കോളം പോയി കഴിഞ്ഞാൽ 20 minus 4k. ഓക്കെ, ഇത് 0 ആയി പോവും. ഇവിടെയാണെങ്കിലോ 30 minus 6k മൈനസ് അല്ലല്ലോ, ഇവിടെ പ്ലസ് 1 അല്ലേ, സോറി 1 into എന്നായിരുന്നു. അപ്പൊ ഇവിടെ 20 minus 4k. ഓക്കെ ആണോ? അപ്പൊ 30 minus 6k, ഇവിടെയാണെങ്കിൽ 20 minus 4k. 30 plus 20 എന്ന് പറയുന്നത് 50 വരും. 50 minus 10k എന്ന് നമുക്ക് ഏരിയ കിട്ടും. ഇത് നമ്മൾ എന്തോട്ട് ഇക്വേറ്റ് ചെയ്യാം? അവര് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് 35 ആണ്. ഏരിയ എന്ന് പറയുന്നത് 35 ആണ്. സോ നമുക്ക് വരുമ്പോ നോക്കിക്കോളൂ. അപ്പോ 50 മൈനസ് 10k ഈക്വൽ ടു 35 വരാം, ഇല്ലെങ്കിൽ സെക്ഷൻ ആയിട്ട് ചെയ്യും. ഓക്കെ, ആദ്യം നമുക്ക് ഡയറക്റ്റ് അങ്ങ് ചെയ്തു. എന്ത് കിട്ടും? 50 മൈനസ് 10k എന്ന് പറയുന്നത് 35 വരും. ഒരു കേസിൽ വരുമല്ലോ 50 മൈനസ് 10k ഈക്വൽ ടു മൈനസ് 35 വരും. ത്രൂ ഔട്ട് ഒരു 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 10 മൈനസ് 2k ഈക്വൽ ടു 10 മൈനസ് 2k എന്ന് പറയുന്നത് ഇവിടെ 7 കിട്ടും അല്ലെ, 7 കിട്ടും. then 2k is equal to 3, k equal to 3/2. k equal to 3/2. k യുടെ വാല്യൂ ഇവിടെ 3/2 ആണോ വരുന്നത്? ഓപ്ഷൻ അത് വരുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്തതിനകത്ത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. പോയിന്റ്സ് 2 minus 6 5 4 then k 4 ആണ്. ഓക്കെ, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 into 4 minus
4 ആണോ? ഓക്കെ. പ്ലസ് 6 ഇൻറ്റു 5 മൈനസ് കെ, ദെൻ 1 ഇൻറ്റു 20 മൈനസ് 4k ആണ്. ഓക്കെ, ഇത് 0 വരും. 30 മൈനസ് 6k, ഇവിടെയാണെങ്കിൽ 20 മൈനസ് 4k, അപ്പം 50 മൈനസ് 10k തന്നെയാണ് വരുന്നത്. ഏരിയ വേറെ പ്രശ്നം. ഒരു ഹാഫ് ഉണ്ടായിരുന്നു, അതിടാൻ വിട്ടുപോയി, അപ്പൊ അതുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത്. ഹാഫ് ഇൻറ്റു എന്ന് വരുന്നുണ്ടേ. എല്ലായിടത്തും ഒരു 1/2 വരുന്നുണ്ട്. ഒരു മിസ്റ്റേക്കാണ്, എന്റെ മിസ്റ്റേക്കാണ്. നോക്കാം. അപ്പം കാര്യം നമുക്ക് ഓപ്ഷനിൽ വരുന്ന ആൻസർ ഇവിടെ വരുന്നില്ലായിരുന്നു, അപ്പൊ അത് ഓക്കെ ആയിക്കോളും. അപ്പം ഇവിടെ നമുക്ക് ശരിയാക്കാം. അപ്പൊ ഇവിടെ 1/2 ഒരു 2 കൊണ്ട് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 25 മൈനസ് 5k എന്ന് കിട്ടും അല്ലെ? 25 മൈനസ് 5k എന്ന് ഏരിയ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയ അവർ തന്നിരിക്കുന്നത് എന്തുവാ? 35 സ്ക്വയർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 25 മൈനസ് 5k എന്ന് പറയുന്നത് 25 മൈനസ് 5k 35 ആയിട്ട് എടുക്കാം, മൈനസ് 35 ആയിട്ട് എടുക്കാം അല്ലെ? അപ്പോ 5k എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 25 മൈനസ് 5k ആണ്. അപ്പോ ത്രൂ ആയിട്ട് വേണമെങ്കിൽ ഒരു 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 മൈനസ് k ഈക്വൽ ടു 7 എന്ന് കിട്ടും. k ഈക്വൽ ടു 5 മൈനസ് 7 ഈക്വൽ ടു -2 ഒരു പോസിബിൾ കേസ് ആണ്. -2 വരുന്നുണ്ടോ വാല്യൂവിനകത്ത് എവിടെങ്കിലും? ഓക്കെ, -2 ഒരു വാല്യൂ വരുന്നുണ്ട്. നമുക്ക് നോക്കാം, അടുത്തൂടെ ചെക്ക് ചെയ്യാം. ഓപ്ഷനകത്ത് ഒരു -2 വരുന്നൊരു വാല്യൂ ഉണ്ട്. അടുത്തത് ഏരിയ വേറൊരു കേസ് വരാമെങ്കിൽ ഇതുപോലെ 25 മൈനസ് 5k ഈക്വൽ ടു -35 വരാം. ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 മൈനസ് k ഈക്വൽ ടു -7 വരും. അവിടെ k യുടെ വാല്യൂ എന്ന് പറയുന്നത് 5 പ്ലസ് 7. 5 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 12 വരും. 12 -2 കൂടെ വരുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? 12 -2 വരുന്ന ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ ഡി 12 -2 ആണ് വരുന്നത്. അപ്പോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്ത് കിട്ടും? k യുടെ വാല്യൂ -2 അല്ലെങ്കിൽ എന്ത് കിട്ടും? 12 കിട്ടും. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ എക്സസൈസ്. അപ്പം എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് പിടിയിട്ട് വിശ്വസിക്കുന്നു. ഇതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.